വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻറ്റിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കാലവർഷമായി കഴിഞ്ഞാൽ ഇവിടുത്തെ മലയോര മേഖലയിലെ സൗന്ദര്യം വേറെ തന്നെയാണല്ലോ. അങ്ങനെയുള്ള പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. നിരവധി വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞിനാൽ പൊതിക്കപ്പെട്ട ഒരു ഇടവും കൂടിയാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററും ബാലുശ്ശേരിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററുമാണ് അകലെയാണ് ഈ വയലട വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കാലവർഷമായി കഴിഞ്ഞാൽ ഈ വയലട വ്യൂ പോയിൻ്റ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കാണാൻ. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പ്രകൃതിയുടെ പൂർണ്ണ സൗന്ദര്യം ഇവിടെ കാണുവാൻ കഴിയില്ല. എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗവിയിലേക്ക് പോയ ഒരു യാത്രാ ഫീലാണ് ഈ പാതയിലൂടെ വരുമ്പോഴും. ഇന്നത്തെ എൻ്റെ സഹയാത്രികർ ഷമീർ കട്ടിപ്പാറ എന്ന് പറയുന്ന സുഹൃത്തും ഷനീഷ് എന്ന് പറയുന്ന സുഹൃത്തും കൂടിയാണ്. ഞാൻ യാത്ര ആരംഭിച്ചത് താമരശ്ശേരിയിൽ നിന്നാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ യാത്ര ചെയ്തു ഒടുവിൽ വയലട വ്യൂ പോയിൻറ്റിന് സമീപം ഞാൻ എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടെ ദിവസേന സന്ദർശകരായിട്ട് എത്തുന്നത്. മുൻപൊരിക്കൽ വയലട വ്യൂ പോയിൻറ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. എന്നാൽ അന്ന് വേനൽക്കാലമായിരുന്നു. എന്നാൽ ഇന്ന് കാലവർഷമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൗന്ദര്യം വേറെ തന്നെയാണല്ലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡ്രോൺ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രകൃതിയുടെ പൂർണ്ണ സൗന്ദര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് കരുതിയാണ് ഇന്നത്തെ ഇങ്ങോട്ടേക്കുള്ള യാത്ര തീരുമാനിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ വാഹനത്തിലാണ് യാത്രയെങ്കിൽ അല്പം താഴെ തന്നെ വെക്കേണ്ടി വരും. ഇങ്ങോട്ടേക്ക് 4 വീൽ മാത്രമേ അനുമതിയുള്ളൂ. റോഡ് അല്പം മോശം തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ളത്. കാൽനടയാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. DTPCയുടെ അണ്ടറിലാണ് ഈ കാണുന്ന വിനോദസഞ്ചാര കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രവേശന കവാടം. എല്ലാ സമയത്തും ഈ വയലട സുന്ദരമാണെങ്കിലും മൺസൂൺ കാലത്താണ് അതിൻ്റെ മനോഹാരിത പൂർണ്ണമാകുന്നത്. സൂര്യ ഉദയവും സൂര്യാസ്തമയവും ഇവിടെ വളരെ മനോഹരമായി ആസ്വദിക്കാവുന്ന ഒരു ഇടവും കൂടിയാണ് ഇത്. കാലവർഷമായി കഴിഞ്ഞാൽ സദാസമയം കോടമഞ്ഞിനാൽ പുതയ്ക്കപ്പെട്ട ഒരു ഇടവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുൻപിലുള്ള ഒരു മനുഷ്യനെയും കാണാതെ വിധം മൂടിമറയ്ക്കുന്ന കോടമഞ്ഞിവിടെ ഉണ്ട്. ചിലരാകട്ടെ 4 വീൽ കൊണ്ട് കയറി വരുന്നു. ചെറിയ തോതിൽ മഴയും നല്ല കോടമഞ്ഞും ഉള്ളതിനാൽ ഡ്രോൺ പറത്താൻ അല്പം പ്രയാസം തന്നെയാണ്.
എന്നിരുന്നാലും അല്പനേരം വെയിറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ച് ഇവിടെ ഇരിപ്പാണ് ഞങ്ങൾ. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് വയലുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിച്ച് മഞ്ഞിൻ്റെ കാഴ്ച കാണാൻ കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ ദിവസേന സഞ്ചാരികൾ എത്തുന്ന ഒരു ഇടവും കൂടിയാണ് ഇത്. എൻ്റെ യാത്രയുടെ സമയം എന്ന് പറയുന്നത് ഏകദേശം രാവിലെ 11:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നിരവധി സഞ്ചാരികൾ ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിലാണ് ഈ വയലട സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പേരാമ്പ്ര, ഊരാച്ചുകുണ്ട് എന്നീ പട്ടണങ്ങളെ കാണുവാൻ കഴിയും. കൂടാതെ കക്കയം ഡാമിൻ്റെ റിസർവയറും കാണുവാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കാഴ്ച എന്ന് പറയുന്നത്. താഴെ അഗാധമായ ഗർത്തം തന്നെയാണ്. അങ്ങോട്ടേക്കാണ് ഇനി എൻ്റെ ഡ്രോൺ പറത്തൽ. അതിനപ്പുറം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയുവാനുള്ള ആകാംക്ഷയുണ്ടല്ലോ, എനിക്കുമുണ്ട്. സദാസമയം കാലാവസ്ഥ ഇവിടെ മാറി മറിയും. ഇപ്പോൾ കാണുന്ന കാലാവസ്ഥ ഏകദേശം 2 മിനിറ്റിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചല്ലോ. ഇനി ഇവൻ്റെ ഊഴമാണ്. ഞാൻ മാറി നിൽക്കാൻ തീരുമാനിച്ചു. വാക്കുകൾ വർണ്ണിക്കുവാൻ ഇല്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം സൗന്ദര്യമാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഒരു പക്ഷേ താഴെ നിന്നുകൊണ്ട് വീഡിയോ പകർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ച ലഭിക്കില്ലല്ലോ. അന്തരീക്ഷത്തിന് താഴെ നിന്ന് കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയുവാൻ, മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വാക്കുകൾ വർണ്ണിക്കുവാൻ കഴിയില്ല. അത്രത്തോളം സൗന്ദര്യമാണ് ഈ വയലട വ്യൂ പോയിൻറ്റിൻ്റെ വശങ്ങൾ. ഇതാണ് വ്യൂ പോയിൻറ്റിൻ്റെ താഴ്ഭാഗം. ഒരിക്കലും ഒരു മനുഷ്യനും ഇന്ന് വരെ ഒരുപക്ഷെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടാകില്ല. എൻ്റെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. ഇതിൻ്റെ താഴെ എന്താണെന്ന് ഒന്ന് കാണണം. കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ട് ഡ്രോൺ ഒന്ന് പറത്തി താഴേക്കൊന്ന് ഇറക്കി. അത്യാവശ്യം ശക്തമായ കാറ്റുണ്ട്. എന്നിരുന്നാലും വീഡിയോ പകർത്തുവാൻ ആകാംക്ഷ കൂടിയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒന്ന് പറത്തി. അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് വയലട വ്യൂ പോയിൻറ്റിൻ്റെ പൂർണ്ണ സൗന്ദര്യം കണ്ടു. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരിക്കലെങ്കിലും നിങ്ങൾ വയലട വ്യൂ പോയിൻ്റ് ഒന്ന് സന്ദർശിക്കണം. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ അത് വേറെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.